എല്ലാവർക്കും നമസ്കാരം. നഗരങ്ങളിലെ തിരക്ക് പിടിച്ചുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിനെ കുറച്ച് ഏകാഗ്രമാക്കാൻ ചില യാത്രകൾ അനിവാര്യമാണ്. ഇന്നേക്ക് അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിൽക്കുന്നത് ആനക്കട്ടിയിലെ പനമ്പള്ളി എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിലേക്ക് പോകുന്ന ഒരു ഇടയിലുള്ള വഴിയിലാണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ സ്ഥിരമായി ആനകൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേടിയുണ്ട്. അങ്ങനെ അവസാനം ആനക്കട്ടിയിലെ ഒരു കുന്നിൻ മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്, അതുപോലെയുള്ള വ്യൂ പോയിന്റുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചില സമയങ്ങൾ മനസ്സിന് സന്തോഷമായിരിക്കുവാൻ നമ്മൾ പ്രകൃതിയുമായി ഒന്നു ചേർന്നിരിക്കണം. പ്രകൃതിയുടെ ഈ മനോഹരമായ ദൃശ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മലമുകളിൽ നിന്നും വരുന്ന കാറ്റ് ഒരു പ്രത്യേക എനർജി തരുന്നുണ്ട്. എത്ര കണ്ടാലും മതിവരാത്ത ഈ ദൃശ്യങ്ങൾക്കിടയിൽ ആ മലയുടെ താഴ്വാരത്ത് അങ്ങ് ദൂരെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്, ഓംകാരേശ്വര ആലയം. ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോയി വരാം. ചുറ്റും മലനിരകൾ കോർത്തിണക്കിയ പ്രകൃതിയുടെ ഒരു മനോഹാരിത നിറഞ്ഞ ഒരു പീസ്ഫുൾ പ്ലേസ്. ശിവായ. ഞാനിപ്പോൾ ഉള്ളത് ഓംകാരേശ്വര ആലയം ആനക്കട്ടിയിലാണ്. ആനക്കട്ടിയിലേക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെയൊരു മനോഹരമായ ഒരു ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായാണ് വരുന്നത്. അകത്ത് ശിവഭഗവാന്റെ ആദിനാഥ സന്നിധി, പരമേശ്വരി ദേവിയുടെ സന്നിധി, എല്ലാം തികഞ്ഞ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. പൂജാ സമയത്തിൽ ഇവിടത്തെ ശിവലിംഗത്തിൽ നിന്നും ഓംകാര ശബ്ദമുണ്ടാകുന്നത് അതിശയമായാണ് കണ്ടത്. ക്ഷേത്രത്തിനടുത്ത് തന്നെ ഗോക്കളെ സംരക്ഷിക്കുന്നതിനായി ഗോശാലയുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുകൊണ്ട് യോഗ, ധ്യാനം പോലെ പരിശീലനവും ഉള്ളതായാണ് അറിയാൻ കഴിഞ്ഞത്. പുരി ജഗന്നാഥ ക്ഷേത്രം പോലെ വടക്കേ ഇന്ത്യയിൽ മറ്റും കാണുന്നത് പോലത്തെ ക്ഷേത്രഗോപുരങ്ങൾ. നമോ ഭഗവതേ ആദിനാഥായ. ആനക്കട്ടിയിലുള്ള ഈ ഓംകാരേശ്വര ക്ഷേത്രത്തിൽ വരുവാനും അതുപോലെ ആദിനാഥൻ്റെയും സർവേശ്വരിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് വേറൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.